ഇടുക്കി ജില്ലയിൽ സൈലന്റായുള്ള വനവൽക്കരണമാണ് കഴിഞ്ഞ 12 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഷോൺ ജോർജ്. കേരളം മാറി മാറി ഭരിച്ചുവരുന്ന ഇടതു വലതു മുന്നണികൾക്ക് ഭൂവിഷയത്തിൽ ഇതുവരെയും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു. ബിജെപി ഇടുക്കി സൗത്ത് പ്രസിഡന്റ് VC വർഗീസ് നയിക്കുന്ന ജനസംരക്ഷണ ജാഥയുടെ സമാപന യോഗം കട്ടപ്പനയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ വഷളാക്കിയതിൽ ഇടതു വലതു മുന്നണികൾക്ക് വലിയ പങ്കുണ്ട്. ഒരു വശത്ത് കർഷകരെ സംരക്ഷിക്കുന്ന നിലപാടുകളാണ് തങ്ങൾ സ്വീകരിക്കുന്നതെന്ന് പറഞ്ഞ് ഇടുക്കിയിലെ കർഷകരെ വഞ്ചിക്കുന്ന നിലപാടുകളാണ് സ്വീകരിച്ച് മുൻപോട്ട് പോകുന്നതെന്ന് ഷോൺ ജോർജ് പറഞ്ഞു. വളരെ സൈലന്റായ ഒരു വനവൽക്കരണം കഴിഞ്ഞ 12 വർഷമായി ഇടുക്കി ജില്ലയിൽ നടക്കുന്നു. ഇടുക്കി ജില്ലയിൽ മാത്രമല്ല, കേരളത്തിന്റെ മലയോര മേഖലയിൽ അപ്പാടെ വനാതിർത്തി പങ്കിടുന്ന 16,400 കിലോമീറ്ററും നിങ്ങൾ ചെന്ന് നോക്കിയാൽ ഇന്ന് പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന പ്രദേശങ്ങളാണ്. 10-12 വർഷം മുമ്പ് ഈ അപകടം ഈ ജനങ്ങൾ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചതല്ലേ? മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് മോശം പറയുന്നത് ശരിയല്ല, എങ്കിൽ പോലും ആ നിലപാടിൽ എനിക്ക് PTയോട് എപ്പോഴും ബഹുമാനമുള്ളതാണ്. അദ്ദേഹം പറഞ്ഞെടുത്ത് നിൽക്കും. പക്ഷേ ഇടുക്കിയിലെ ജനത ഒന്നടങ്കം ഇത് ഞങ്ങൾക്ക് ആപത്താണ്, ഇത് നിങ്ങളുടെ നേതാക്കന്മാർ കാർബൺ കൊണ്ട് കൈപ്പറ്റിക്കൊണ്ട് കേരളത്തിന്റെ മലയോര മേഖലയെ, ഇന്ത്യയുടെ മലയോര മേഖലയെ, പ്രത്യേകിച്ച് പശ്ചിമഘട്ടത്തെ നിങ്ങൾ ഒറ്റുകൊടുത്തു എന്ന് പറഞ്ഞപ്പോ അന്ന് മനസ്സിലാക്കാത്തവർ ഇന്ന് മനസ്സിലാക്കുന്നത് എന്താ? നമ്മുടെ മലയോര ജനത കുടിയൊഴിഞ്ഞു പോവുകയാണ്. ഇടുക്കി ജില്ലയിൽ വർദ്ധിച്ചു വരുന്ന വന്യജീവി അക്രമം, ഭൂവിഷയങ്ങളിൽ ജില്ലയിൽ മാത്രമായി ഏർപ്പെടുത്തിയിട്ടുള്ള നിർമ്മാണ നിരോധനം, പട്ടയ വിഷയങ്ങൾ, വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് മാഫിയകളുടെ വിളയാട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ പരിഹാരം തേടിയാണ് ജനസംരക്ഷണ ജാഥ നടത്തിയത്. 6 സംഘടനാ മണ്ഡലങ്ങളുടെ കടന്നുപോയ ജാഥ കട്ടപ്പനയിലാണ് സമാപിച്ചത്. കട്ടപ്പനയിൽ പൊതുസമ്മേളനത്തിന് മുന്നോടിയായി പ്രകടനം നടന്നു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകമല, വൈസ് പ്രസിഡന്റ് K കുമാർ, C സന്തോഷ് കുമാർ, ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, നേതാക്കളായ സുരേഷ് മീനത്തേരി, AV മുരളി, അമ്പിളി രാജൻ, സോണി ഇളപ്പുങ്കൽ, അരുൺ K തങ്കപ്പൻ, മാധ്യമപ്രവർത്തകൻ VB രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.